ചളി പഴയ ടാങ്കിലെ ചെളി. അമ്മ നിറഞ്ഞു. വന്നു. ഹലോ ഗൈസ്, നമ്മൾ ഒരു വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന വാട്ടർ ടാങ്കുകൾ ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൈഡ് നോക്കിയാൽ തന്നെ കാണാം. നമ്മുടെ കിണറ്റിൽ നിന്നും ബോർവെല്ലിൽ നിന്നോ വരുന്ന വെള്ളത്തിന് നല്ല ചെളി ഉണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ സൈഡ് മൊത്തം ആ ചെളി അത് ഫുള്ള് ചെളി കേട്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വരുന്നൊരു പ്രശ്നമാണ് ഇതിനകത്ത് ചെളി എന്നിട്ട് നമുക്കത് കഴുകാനും അതുപോലെ അത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇതൊരു 10-13 കൊല്ലമായി കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ മുകളിൽ പൊട്ടലൊക്കെ വന്ന് കണ്ടോ പൊട്ടിയിട്ടുണ്ട്. അതുപോലെ വന്ന് ഈ ഒരു ടാങ്ക് നാശമായിട്ട് പോകും. അധികം സ്ട്രോങ് ഒന്നുമല്ലത്. അപ്പോൾ നമ്മൾ പുതിയൊരു വാട്ടർ ടാങ്ക് ഇവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം, ഇത് സെഡിമെൻറ്റ് ഫ്രീ ടാങ്കാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെ കുഴിഞ്ഞ് വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ഭാഗം അടിയിലോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ അടിയിൽ നമ്മളൊരു വാൾവ് ഫിറ്റ് ചെയ്തിട്ട് അതുവഴി ഇതിൻ്റെ ചെളി നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. അതുപോലെ ഇതിങ്ങനെ ഒരു ഇരുമ്പ് സ്ട്രക്ചറിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ടാങ്ക് ഫുള്ള് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നമ്മുടെ ഔട്ട്ലെറ്റ് നമുക്ക് തെളിയായിട്ടുള്ള, അതായത് ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്ന ഈ ഒരു ലോവർ പോർഷനിൽ സെഡിമെൻറ്റ് ചെളി അടിഞ്ഞ് നിൽക്കും. അത് ഇവിടെ ഒരു വാൾവ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നേരെ താഴോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയും ചെളി പിടിച്ച് ഇരിക്കില്ല. പിന്നെ ഇതിന് മുകളിലേക്ക് കയറി നോക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലൊരു പൈപ്പ് നോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ ഇതിപ്പോൾ ഫിറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ടാങ്കാണ്. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഈ ഒരു പൈപ്പിലേക്കാണ് നമ്മൾ നമ്മുടെ വാട്ടർ കൊടുക്കുന്നത്, ഇൻലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ ഒരു പൈപ്പ് നേരെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 പൈപ്പായിട്ട് ഈ വിഷുചക്രമൊക്കെ കറങ്ങുന്ന പോലെ വെള്ളം കറങ്ങി മുകളിലോട്ട് വരും. അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ സൈഡിൽ നിന്നിട്ട് ചെളിയാകുന്ന ഒരു ഏർപ്പാട് സംഭവിക്കില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 3 ലെയർ കോട്ടിംഗ് ആണ് ഈ ഒരു ടാങ്ക്. അപ്പോൾ നല്ല സ്പെഷ്യാലിറ്റി ഉള്ളൊരു ടാങ്കാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമല്ല 10 years വാറണ്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെള്ളം വരുന്നതും അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം. പിന്നെ ഇത് സെൽസർ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് തൃശ്ശൂർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയ അയ്യങ്കുന്നിലാണ് ഇതിൻ്റെ ബൈക്ക്. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് തന്നെ ആയിരിക്കും മിക്കവാറും. ഇതിൻ്റെ ഇതുപോലത്തെ ടാങ്കും അവൈലബിൾ ആണ് കേട്ടോ. സാധാരണ ടാങ്കും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലംബിംഗ് വർക്കൊക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. സെഡിമെൻറ്റേഷൻ്റെ പൈപ്പ് ഇട്ടു, അതുപോലെ ഔട്ട് ഡെലിവറി ഇട്ടു, അതുപോലെ ഇൻലെറ്റ് ഇട്ടു. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള അതായത് ഇതിൻ്റെ മോൾ പോർഷൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ചെറിയ നോസിൽ വരുന്ന ഈ ഒരു പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്തു. നമ്മൾ 2 ബാൾവാളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെലിവറിയിലും പിന്നെ ഒന്ന് ഈ ഒരു നോസിലിന് വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ നമ്മളിനി വെള്ളം അടിച്ചു നോക്കാം എങ്ങനെയാണ്. വന്നു വെള്ളം 4 പൈപ്പിൽ കൂടെ. ചുഴി പോലെയാണ് ബോർവെല്ലിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു നോസിൽ യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് അങ്ങോട്ട് ടാങ്കിലേക്ക് അടിക്കുന്ന ആ പൈപ്പിൻ്റെ വാൾവൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക പറഞ്ഞാൽ ഒരുപാട് ക്ലോസ് ചെയ്യുന്നതോടെ ഇതിൻ്റെ പ്രഷർ കൂടി വരും. നല്ല പ്രഷറാട്ടോ. ഇത് കണ്ടമ്മ മഴവില്ലേ കണ്ട. അമ്മ നിറഞ്ഞു.
ഗൈസ് അപ്പോൾ എവിടെയും ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഈ താഴ്ഭാഗത്തൊരു ലീക്ക് ഉണ്ടായിരുന്നു. ടെഫ്ലോൺ നന്നായിട്ട് ചുറ്റി കഴിഞ്ഞപ്പോൾ ആ ലീക്ക് പോയി. അപ്പോൾ വെള്ളം ഇപ്പോൾ നമുക്ക് ഡെലിവർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്ലിയർ വാട്ടറാണെന്നാണ് താഴ്ന്നു പറഞ്ഞത്. ഈ വീട്ടിൽ ഇത്ര നല്ല വെള്ളം ഞാൻ കണ്ടിട്ടേ ഇല്ല. വെള്ളമൊക്കെ സൂപ്പറായിട്ടാണ്. പഴയ ടാങ്കിൽ ചെളി ഇരുട്ടിട്ട് അടിയിൽ കിടക്കുന്ന ചെളിയിലേക്കാണ് വീണ്ടും നമ്മൾ ഫ്രഷ് വാട്ടർ അടിക്കുന്നത്. അപ്പോൾ ആ ചെളിന് ഇളകി വരും. മറ്റേതിനകത്ത് അത് ഉണ്ടാവൂല, ഫുള്ള് എടുക്കാൻ പറ്റും. അടിയിലെ ചെളി എടുക്കാൻ പറ്റും, അതൊരു പ്രത്യേകത. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സ്റ്റാൻഡിൽ ഇത് ഇത്രയും വെയിറ്റ് 1000 ലിറ്റർ അല്ലെങ്കിൽ 1100 ലിറ്റർ 200 ലിറ്റർ ഒക്കെ താങ്ങി നിൽക്കുമെന്ന്. അപ്പോൾ അതൊക്കെ നിൽക്കട്ടോ, കാരണം നല്ല സ്ട്രോങ് ആണ്, ഹെവിയാണത്. ഹലോ ഗൈസ്, അപ്പോൾ സെഡിമെൻറ്റേഷൻ ഫ്രീ വാട്ടർ ടാങ്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അജു പത്മനാഭൻ.